പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് പൂര ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. തിരുവിലാമല പറക്കോട്ട് താലപ്പൊലിയാണ് ഞങ്ങളുടെ പൂരം. പൂര ദിവസത്തെ എല്ലാ വിശേഷങ്ങളും കാഴ്ചകളും പരമാവധി ഉൾക്കൊള്ളിക്കാൻ ഈ വീഡിയോയിൽ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് പറയെടുപ്പ്, പിന്നെ തലേ ദിവസത്തെ ആനച്ചമയ പ്രദർശനം, പുലിക്കളി, പൂര ദിവസത്തെ എല്ലാ കാഴ്ചകളും, പൂരപ്പറമ്പിലെ കാഴ്ചകളും, പിന്നെ ഞങ്ങളുടെ വീട്ടിലത്തെ കൊച്ചു പൂരാഘോഷം, ഇതൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഇത് ആനച്ചമയ പ്രദർശനമാണ്. ഞങ്ങളുടെ പാമ്പാടി ദേശമാണ് കേട്ടോ. 3 ദേശക്കാരായിട്ടാണ് പൂരം നടക്കൽ. പാമ്പാടി ദേശം, കിഴക്കുമുറി ദേശം, പടിഞ്ഞാറ്റുമുറി ദേശം. അപ്പോൾ ഞങ്ങൾ പാമ്പാടി ദേശക്കാരാണ്. അപ്പോൾ പാമ്പാടി ദേശക്കാരുടെ ചമയ പ്രദർശനമാണ് ഇവിടെ നടക്കുക. പാമ്പാടി സെൻറ്ററിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് കേട്ടോ ഇതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പൂരം കൊടിയേറിയ മുതൽ വൈകുന്നേരത്ത് ഓരോ പരിപാടികളുണ്ടാവും. അപ്പോൾ ബാലെ, ഗാനമേള, അതുപോലെ ഡാൻസ്, കുട്ടികളുടെ അങ്ങനെ ഓരോ പരിപാടികൾ, അതൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് നടക്കാറ്. പിന്നെ എല്ലാ കൊല്ലവും മെയ് മാസത്തിലാണ് കേട്ടോ പൂരം നടക്കുക. മേടമാസത്തിലത്തെ അവസാനത്തെ ഞായറാഴ്ച. ഞങ്ങളൊരു 8:30 ആകുമ്പോഴാണ് കേട്ടോ അങ്ങോട്ട് വന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും പിന്നെ എല്ലാ തിരക്കുകളും ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായിട്ട് വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റി. കിഴക്കുമുറി, പടിഞ്ഞാറ്റുമുറി ദേശക്കാർ ആനച്ചമയൊക്കെ പിന്നെ തിരുവിലാമല ഭാഗത്താണ് ഉണ്ടാവാറ്. തെൻകുത്തൂർ പൂരം ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. എന്നാലും പാർക്കോട്ടുകാവ് താലപ്പൊലിയാണ് ഞങ്ങളുടെ തട്ടകത്ത് പൂരം. അതുകൊണ്ട് താലപ്പൊലിയാണ് ഞങ്ങളുടെ പ്രധാന പൂരം. പാർക്കോട്ടുകാവ് താലപ്പൊലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേട്ടോ വെടിക്കെട്ട്. അതുകൊണ്ട് തന്നെ ഈ പൂരം കാണാൻ നാനാ ഭാഗത്തു നിന്ന് ആൾക്കാർ എത്താറുണ്ട് കേട്ടോ. 2 ഭാഗമായിട്ടാണ് വെടിക്കെട്ട് നടക്കാറുള്ളത്. വൈകുന്നേരം ഉണ്ടാവാറുണ്ട്, പിന്നെ പുലർച്ചെ ഒരു 4 മണി ടൈമിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഒരു തരം വെടിക്കെട്ട് ഉണ്ടാവാറുണ്ട്. 4 മണി 4:30 ടൈമിലൊക്കെയാണ് ഉണ്ടാവാറ് വൈകുന്നേരത്ത്. അത് ആകാശത്ത് ചെന്ന് പൊട്ടുമ്പോൾ ബലൂണുകളും പിന്നെ അതിന് കുടകളൊക്കെ ഇങ്ങനെ ഉയർന്നു വരും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾ 4 മണിക്കൊക്കെ അവിടെ പോയിട്ട് പൂരപ്പറമ്പിൽ ഇരിക്കും കേട്ടോ. പറമ്പല്ല, ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇരിക്കാറ്. 4 കുന്നുകൾക്കിടയിൽ നടുവിലായിട്ടാണ് കേട്ടോ ക്ഷേത്രം വരുന്നത്. ഈ ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ് ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രവും പിന്നെ സായിബാബയുടെ അമ്പലവും. പിന്നെ പണ്ടൊക്കെ ആ കുന്നിൻ്റെ അവിടെയൊന്നും അങ്ങനെ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെടിക്കെട്ട് നടക്കുമ്പോഴൊന്നും അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ ആ ഭാഗത്തൊക്കെ ധാരാളം വീടുകൾ വന്നു കേട്ടോ. പാർക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ് കേട്ടോ മന്നം ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ആ ക്ഷേത്രമാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ആനച്ചമയ പ്രദർശനം നടക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് പിന്നെ കുറച്ച് നടക്കാവുന്ന ദൂരെയാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളൂ. ഈ ക്ഷേത്രത്തിൽ നിന്നാണ് പിന്നെ പറയെടുപ്പ് തുടങ്ങണത്, പിന്നെ പകൽപ്പൂരമൊക്കെ തുടങ്ങണത്. പാമ്പാടി ദേശത്തിൻ്റെ പകൽപ്പൂരമൊക്കെ തുടങ്ങണത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. അവിടെ ഒന്ന് തൊഴുതിറങ്ങിയ ശേഷം പിന്നെ ഞങ്ങൾ പാമ്പാടി സെൻറ്ററിലേക്ക് പോവാണ് കേട്ടോ. അവിടെയും കുറച്ച് പൂരപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെടിക്കെട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അതുപോലെ പണ്ട് കാലത്തെ അവിടുത്തെ വെടിക്കെട്ട് പ്രധാനമായിരുന്നു പാർക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലത്തെ താലപ്പൊലിയുടെ. പിന്നെ അത് വീടുകളൊക്കെ വന്നപ്പോൾ ഒന്ന് കുറഞ്ഞു. പിന്നെ അപ്പോഴേക്കും ഓരോ ഭാഗത്ത് അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. പിന്നെ ഏകദേശം ലാസ്റ്റൊക്കെ ആയിട്ടാണല്ലോ ഈ പൂരം വരിക. എല്ലാ പൂരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ് ഇപ്രാവശ്യവും പൂരം വന്നത്. തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടാണല്ലോ ഈ പൂരം വരിക. അപ്പോഴേക്കും അവിടെ വെടിക്കെട്ട് അപകടം ഉണ്ടായത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വെടിക്കെട്ടിന് ഇവിടെ അനുമതി കിട്ടിയില്ല. നല്ല ഭംഗിയുള്ള പന്തലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി കണ്ടു നിന്നു. 7 ആനകളായിരുന്നു കേട്ടോ പൂരത്തിനുണ്ടായിരുന്നത്. പിന്നെ പുലിക്കളി ഉണ്ടായിരുന്നു. പിന്നെ തലേന്ന് രാത്രിത്തെ ഏകദേശം കാഴ്ചകളും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് വന്നു കേട്ടോ. പിന്നെ രാവിലെ
വെള്ളാട്ട് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ ആ സമയത്ത് അടുക്കളയിൽ ഓരോരോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വെപ്പിൻ്റെയൊക്കെ. രാവിലെ കഴിക്കാനുള്ളതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിയലിനുള്ള കഷ്ണമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. ഇഡ്ഡലിയും സാമ്പാറൊക്കെയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കിയത്. പിന്നെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ രാവിലത്തെയൊക്കെ എല്ലാവരും ചായയൊക്കെ കുടിക്കാതിരുന്നപ്പോഴേക്കും പിന്നെ രണ്ടാമത് വെള്ളാട്ട് വന്നു കേട്ടോ. അങ്ങനെ വെള്ളാട്ടമൊക്കെ വന്നു പോയി, അടുപ്പൊക്കെ ഒന്ന് ഒഴിവായി എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെക്കാൻ തുടങ്ങുകയാണ്. പൂരാവുക കാരണം പിന്നെ എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ വലിയ കലം എടുത്താണ്. അപ്പോൾ ഇതൊന്നും അങ്ങനെ എടുക്കാത്ത കലമാണ് കേട്ടോ, എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ആകെ പൊടി പിടിച്ചിറക്കാണ്. അപ്പോൾ നന്നായിട്ട് ഉരച്ച് കഴിയതാണ്. എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുവരികയാണ് കേട്ടോ. എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ കാലിലൊരു പാട്, പാദത്തിൻ്റെ മുകളിൽ, വലത് പാദത്തിൻ്റെ. അതെന്താ ഉണ്ടായെങ്കിൽ അടുപ്പിൻ്റെ മുകളിൽ നമ്മൾ കുടിക്കാൻ വെള്ളം വെക്കുമല്ലോ, അങ്ങനെ വെള്ളമൊക്കെ തിളച്ചിട്ട് ഇങ്ങനെ എടുത്തു കൊണ്ടുവരായിരുന്നു ഉള്ളിലേക്ക്. പുറത്ത് അടുപ്പിൻ്റെ മുകളിലായിരുന്നു വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നതേ. എന്നിട്ട് അങ്ങനെ എടുത്തു കൊണ്ടുവരുമ്പോൾ കാലിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ അങ്ങോട്ട് വെള്ളം പോയി. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ റെസ്റ്റിലൊക്കെ ആയിരുന്നു. പിന്നെ ആ പാട അങ്ങനെ കാലുമൊന്ന് പോയില്ല. പിന്നെ എന്നത്തെയും പോലെ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാനൊക്കെ അമ്മയോടൊന്ന് കൊണ്ടുവന്നു. പിന്നെ ചിക്കനൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഏട്ടനും പിന്നെ ചേച്ചിയുടെ മോൻ ഉണ്ടായിരുന്നു, അവനും കൂടിയിട്ട് പോയിട്ടോ. തിരുവിലാമലയ്ക്ക് പോകണം. ഇപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഏട്ടനും ഏട്ടത്തിയമ്മയും ചേച്ചി ഏട്ടനൊന്നും എത്തിയിട്ടില്ല കേട്ടോ. ഏട്ടൻ പിന്നെ കോട്ടയ്ക്കൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ പൂരം എന്തെങ്കിലും വിശേഷമാകുമ്പോഴാണ് ലീവ് എടുത്തിട്ട് വരാറ്. പിന്നെ ചേച്ചിയാണെങ്കിൽ എന്നും നേരത്തെ എത്തണതാണ്. കുട്ടിക്ക് ചെറുതായിട്ട് പനിയാണ് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ച് മരുന്നൊക്കെ വാങ്ങിച്ചിട്ടാണ് അവൾ വരുന്നത്. പിന്നെ ആ നേരം കൊണ്ട് ഞാൻ അലക്കാനുള്ളതൊക്കെ ഒന്ന് അലക്കിയിടുകയാണ് കേട്ടോ. പിന്നെ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസത്തേക്ക് അത് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോഴേക്കും പിന്നെ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കഷ്ണമാക്കുകയാണ്. അപ്പോൾ 2 തരം കഷ്ണങ്ങളുണ്ട്. ചെറിയ കഷ്ണങ്ങളും ഉണ്ടായിരുന്നു, വലിയ കഷ്ണങ്ങളും ഉണ്ടായിരുന്നു. ഇന്നൊക്കെ നല്ല തിരക്കല്ലേ ഉണ്ടാവുക ചിക്കൻ കടയിൽ. അപ്പോൾ അവരങ്ങനെ മുറിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കുകയാണ് ചെയ്തത്. ആ സമയമാകുമ്പോഴേക്കും പിന്നെ അമ്മ ഉപ്പേരിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു, പപ്പടമൊക്കെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയമാകുമ്പോഴേക്കും പിന്നെ ചേച്ചി ഏട്ടനും ഏട്ടത്തിയമ്മയും ഏട്ടനും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കനിലേക്കുള്ള സവാളയൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ കുറച്ച് സാലഡ് ഉണ്ടാക്കും, ഉള്ളിയും തക്കാളിയും പിന്നെ കക്കിരിക്കയും എല്ലാം ചേർത്തിട്ട് കേട്ടോ. അതിനുള്ള സവാളയൊക്കെ റെഡിയാക്കുകയാണ്. പിന്നെ കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വറുക്കാൻ വേണ്ടിയിട്ട്. കഷ്ണം മീനാണ്, പൂമീൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതും ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. സവാളയൊക്കെ അവരൊക്കെ കൂടിയിട്ട് അരിയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ മീനിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ കൂടിയിട്ട് അരച്ചെടുത്തിട്ട് അത് മീനിൽ നന്നായി പുരട്ടി വയ്ക്കണമല്ലോ. അമ്മ പിന്നെ ഗ്യാസിൽ ചിക്കനിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് ചുവന്നനെ വറുത്തെടുക്കുകയാണ്, കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട്. പിന്നെ ഞാൻ മീനൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് തേച്ച് വെച്ചു. പിന്നെ ആ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്തിട്ട് ചിക്കനും ഒന്ന് നന്നായി ഇളക്കി വയ്ക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ സവോളയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ സവോളയും തക്കാളിയൊക്കെ അടുപ്പത്ത് നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയിൽ പിന്നെ ചായ വേണ്ടവർക്ക് ചായ വെച്ച് കൊടുക്കുന്നുണ്ട് അമ്മ. പിന്നെ നല്ല ചൂടല്ലേ, അപ്പോൾ നാരങ്ങ വെള്ളം കുറച്ച് കലക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സവോളയൊക്കെ ഒന്ന് വഴറ്റി വന്നപ്പോൾ പിന്നെ ഞങ്ങൾ അതിലേക്ക് ചിക്കനൊക്കെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായി വേവിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാറില്ല കേട്ടോ പൂരത്തിൻ്റെ അന്ന്. നാടൻ സദ്യ തന്നെയാണ് ഉണ്ടാക്കാറ്. ചില ഭാഗത്തേക്കൊക്കെ പിന്നെ പൂരത്തിൻ്റെ അന്ന് ബിരിയാണി ഉണ്ടാക്കുമല്ലോ. പിന്നെ കുറച്ച് നാടൻ ചോറ് വേറെ ഉണ്ടാക്കണം. അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്തോ വലിയ പണി പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് പിന്നെ നാടൻ സദ്യയാണ്. അപ്പോൾ ചെറുതുരുത്തി പൂരത്തിൻ്റെ അന്ന് അതെ ഞങ്ങൾ നാടൻ സദ്യ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ ചിക്കൻ ഇങ്ങനെ വേറെ കറിയായിട്ട് ഉണ്ടാക്കും. പിന്നെ മീൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് കുറച്ച് വറുക്കും ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. ഇടയിൽ പിന്നെ നായാടി വന്നിട്ട് പാട്ടൊക്കെ പാടിയിട്ട് പൂരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ വരാറുണ്ട്. പിന്നെ പുള്ളവന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ട് പുള്ളവൻ പാട്ട് പാടി. പിന്നെ കുട്ടികൾക്ക് എല്ലാ കുട്ടികളുടെയും പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നാവൂറ് പാടി. അതൊന്നും ഈ തിരക്കിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എനിക്ക്. ചോറൊക്കെ വാർത്ത് വെച്ചതൊക്കെ അങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ അപ്പോഴേക്കും. അങ്ങനെ കറികളെല്ലാം ഏകദേശമായി, ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറൊക്കെ ഒന്ന് പാത്രങ്ങളിലൊക്കെ വിളമ്പി വയ്ക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ സദ്യ വിഭവങ്ങൾ. അങ്ങനെ കുട്ടികളുടെയൊക്കെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. ഏട്ടനും അവരൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ ഊണ് കഴിക്കുകയാണ്. പിന്നെ വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ ഏട്ടൻ്റെ വർക്ക്ഷോപ്പ് ഫർണിച്ചറിൻ്റെ. അവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കും കേട്ടോ. ഏട്ടനും കുട്ടികളും എല്ലാവരും കൂടിയിട്ട് അപ്പോഴേക്കും പകൽപ്പൂരൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പറക്കുട്ടാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ് മന്നം ക്ഷേത്രം. അവിടെ വെച്ചിട്ടാണ് പകൽപ്പൂരൊക്കെ നടക്കുന്നത്.
പിന്നെ വൈകുന്നേരം ഒരു 5:30 ആയപ്പോൾ പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ പൂരം കാണാൻ ഇറങ്ങിയിട്ടോ. വെയിലൊക്കെ ആറിയിട്ടാണ് പോവാറ്. എല്ലാ കൊല്ലം അങ്ങനെ തന്നെയാണ്. കുന്ന് കയറിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. വീട്ടിൻ്റെ അവിടെ നിന്ന് എളുപ്പ വഴിയാണ്. തിരുവിലാമല വില്ലാതിനാഥ ക്ഷേത്രത്തിലേക്കും പറക്കോട്ടുകാവിലേക്കും സായിബാബയുടെ അമ്പലത്തിലേക്കൊക്കെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന വഴിയാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ഞങ്ങളുടെ വീടും പരിസരമൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട് ഈ ഭാഗത്തു കൂടെ പോയി കഴിഞ്ഞാലാണ് എളുപ്പത്തിൽ തിരുവിലാമല വില്ലാതിനാഥ ക്ഷേത്രത്തിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ട് ഈ കുന്ന് വരെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റോഡ് വഴി പോവാച്ചാൽ നല്ല ദൂരമാണ് കേട്ടോ. തിരുവിലാമല എത്തി അവിടെ നിന്ന് വണ്ടിയൊക്കെ വിളിച്ചിട്ട് വേണം, കുറേ ദൂരം ഉണ്ട് അമ്പലത്തിലേക്ക്. അല്ലെങ്കിൽ പിന്നെ പാമ്പാടി സെൻറ്ററിൽ നിന്ന് നെഹ്റു കോളേജിൻ്റെ വഴി അങ്ങനെ മുകളിലേക്ക് കയറണം. എന്തായാലും കുറേ ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതാണ് എളുപ്പ വഴി. അപ്പോൾ രാവിലെ, അതായത് പകൽ പോകുമ്പോൾ ഞങ്ങൾ ഇതിനെ പോവും. പിന്നെ രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴല്ലേ നമ്മൾ തിരിച്ച് വരിക. ആ സമയത്ത് പിന്നെ വരാൻ നല്ല ബുദ്ധിമുട്ടാവും, ആകെ ഇരുട്ടുമാവും. പിന്നെ അമ്മയൊക്കെ ഉള്ളതല്ലേ, വയസ്സായവർക്കൊക്കെ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ പാമ്പാടി സെൻറ്ററിൽ കൂടെ നെഹ്റു കോളേജിൻ്റെ ആ വഴി ഇങ്ങോട്ട് ഇറങ്ങാറാണ് ചെയ്യാറ്. വില്ലാതിനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ അവിടെ കാളേനെ കണ്ടതാണ്. വരുമ്പോൾ ധാരാളം പശുക്കളൊക്കെ അവിടെ കാണാം. ഇതാണ് വില്ലാതിനാഥ ക്ഷേത്രത്തിലേക്കുള്ള വഴി. അപ്പോൾ ഈ അമ്പലം കഴിഞ്ഞിട്ടാണ് നമ്മൾ പറക്കോട്ടുകാവിലേക്ക് പോവാറ്. ഇവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ പറക്കോട്ടുകാവ് ക്ഷേത്രമായി. ഇതാണ് കേട്ടോ വഴി. ഇവിടുന്ന് അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വലിയ പാറയിലേക്കാണ് എത്തുക. പിന്നെ ആ പാറ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ പറക്കോട്ടുകാവാണ് കേട്ടോ. പിന്നെ ഇത് ധാരാളം സിനിമകളിലൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കേട്ടോ ഈ പാറപ്പുറമൊക്കെ. നിവേദ്യ സിനിമയിൽ കോലക്കുഴൽ വിളി കേട്ടോന്നുള്ള സോങ്ങൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ലാസ്റ്റൊക്കെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് എടുത്തത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു 6 മണി 6:15 ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പൂരൊക്കെ ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്രാവശ്യം പിന്നെ വെടിക്കെട്ടില്ലല്ലോ. മറ്റേത് 7 മണി ടൈമിലൊക്കെയാണ് വെടിക്കെട്ടുണ്ടാവാറ്. പിന്നെ പുലർച്ചെ ഒരു 4 മണിക്കൊക്കെ വെടിക്കെട്ടുണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ ഈ പാറപ്പുറത്ത് തന്നെ ഇരുന്നിട്ട് കുറച്ച് നേരം പൂരമൊക്കെ കാണുകയാണ് ചെയ്തിട്ടോ. മറ്റേത് അമ്പലത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലാറുണ്ട് കേട്ടോ. അവിടെ നിന്നിട്ട് കുറച്ച് നേരം പൂരം കണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തും കുറേ കുന്നുകളും മലകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ ആൾക്കാരാണ് ഉണ്ടാവുക. ഇന്നിപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല, ചെറിയ കുട്ടികളൊക്കെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് നേരമൊക്കെ അങ്ങനെ പൂരം കണ്ടിട്ടൊക്കെ ഇരുന്നു. അപ്പോഴേക്ക് ആനകളൊക്കെ തിരിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഐസ്ക്രീമൊക്കെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തു. കുറച്ച് കടലയും അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കഴിച്ചു. പിന്നെ അങ്ങനെ തിരിച്ച് വരികയാണ്. തിരിച്ച് വരുന്ന വഴി പാമ്പാടി സെൻറ്ററിൽ കൂടെയുള്ള വഴിയാണ് കേട്ടോ. നെഹ്റു കോളേജിൻ്റെ ഒക്കെ ആ ഭാഗമാണ്. ഈ ഭാഗം പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വട്ടം കുട്ടികളെയും കൊണ്ട് അമ്പലക്കുളത്തിലേക്ക് വന്നപ്പോൾ കുറച്ച് നേരം കുട്ടികൾ നീന്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ കുളം കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വഴി ഹെയർ ബിംബൻ്റാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് അമ്പലക്കുളം. ചേച്ചിയുടെ കുട്ടികളൊന്നും പിന്നെ ഈ വഴി കണ്ടിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ അവർക്കും ഈ വഴിയൊക്കെ ഒന്ന് കാണാൻ പറ്റി. ഇതിനെ പോയാൽ പിന്നെ പാമ്പാടി സെൻറ്ററിലേക്കാണ് എത്തുക. അവിടെ നിന്ന് പിന്നെ വീട്ടിലേക്ക് എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ കൊല്ലത്തെ പൂരം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ.